ഹൈ ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു എജുഫിക്സ് അക്കാദമി. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് MSc BCH, അതായത് MSc ഇൻ ബയോ കെമിസ്ട്രി എന്ന കോഴ്സിനെ കുറിച്ചിട്ടാണ്. ഇതൊരു PG കോഴ്സാണ്. ഡിസ്റ്റൻസ് ലേണിംഗ് മുഖാന്തരം നിങ്ങൾക്ക് ഡിസ്റ്റൻസ് ആയിട്ട് വീട്ടിലിരുന്നോ ജോലി സ്ഥലത്തു നിന്നുകൊണ്ടൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യുക, ഈ കോഴ്സ് എടുക്കാവുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇത് സ്ഥിരമായിട്ട് കോളേജിൽ പോവേണ്ട ഒരു ആവശ്യമില്ല. ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ ആണ്. ഡ്യൂറേഷൻ എന്ന് പറയുന്നത് 2 ഇയർ ആണ്. മാക്സിമം വരുന്നത് 4 ഇയർ ആണ്. ഇതിൻ്റെ മീഡിയം വരുന്നത് ഇംഗ്ലീഷിലാണ്. പോലെ ഇതിൻ്റെ സ്പെഷ്യലൈസേഷൻ വരുന്നത് ബയോ കെമിസ്ട്രി എന്നുള്ളതാണ്. ഇതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ഒന്ന് നോക്കാം. ഡിസ്ക്രിപ്ഷൻ ഒന്നുമില്ല. ഈ ഒരു കോഴ്സ് നിങ്ങൾക്ക് എന്താണ്, ബയോ കെമിസ്ട്രിയുടെ പ്രധാനപ്പെട്ട ആശയങ്ങളും അടിസ്ഥാന തത്വങ്ങളൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യുക, പറഞ്ഞ് പഠിപ്പിക്കുക. അതുപോലെ തന്നെ സ്കിൽ എന്ത് ചെയ്യുക, നിങ്ങൾക്ക് ഈ ഒരു രംഗത്തുള്ള സ്കില്ല് വർദ്ധിപ്പിക്കുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇപ്പോൾ ഒരു കോളേജ് അധ്യാപനത്തിനും അതുപോലെ തന്നെ ഒരു ഇൻഡസ്ട്രി, ബയോകെമിസ്ട്രി ഇൻഡസ്ട്രി മേഖലകളിലൊക്കെ നിങ്ങൾക്ക് എന്താണ് ജോലി സാധ്യതകൾ വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ് ഒരു കോഴ്സിനെ കൊണ്ടുള്ള ഉദ്ദേശം എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ എലിജിബിലിറ്റി എന്ന് പറയുന്നത് ഒരു BSc ഡിഗ്രിയാണ്. അതിൽ എന്താണ് ബയോ കെമിസ്ട്രി നിങ്ങൾ സബ്ജക്റ്റ് ആയിട്ട് എടുക്കണം. ബയോടെക്നോളജി, മൈക്രോബയോളജി, കെമിസ്ട്രി, ലൈഫ്, എൻവിറോൺമെൻറ്റൽ, ബയോമെഡിക്കൽ, അഗ്രികൾച്ചർ, വെറ്റിറിനറി, അതുപോലെ തന്നെ മെഡിക്കൽ ലാബ് ടെക്നോളജി, ഇതൊക്കെയാണ് നിങ്ങൾക്ക് ഒരു കോഴ്സ് എടുത്തിട്ടുണ്ടെങ്കിൽ, BSc എടുത്തിട്ടുണ്ടെങ്കിൽ, BSc ഡിഗ്രി നിങ്ങൾ എടുത്തിട്ടുണ്ടെങ്കിൽ ഈ ഒരു കോഴ്സിന് ബയോ കെമിസ്ട്രി, MSc ബയോ കെമിസ്ട്രിക്ക് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. അതല്ലെങ്കിൽ മെഡിക്കൽ ഗ്രാജുവേറ്റ്, MBBS, BMS, BHMS, BPT ഫ്രം റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റി അല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂഷൻ, ഇതിൽ നിന്ന് നിങ്ങൾക്ക് എന്ത് ചെയ്യാണ്, മെഡിക്കൽ രംഗത്ത് ഒരു ഡിഗ്രി ഉണ്ട് എന്നുണ്ടെങ്കിൽ, MBBS പോലെയുള്ള ഡിഗ്രി ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിന് അപ്ലൈ ചെയ്യാവുന്നതാണ്. അതും അല്ലെങ്കിൽ BSc ഡിഗ്രി ഫ്രം എ റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റി ഓർ ഇൻസ്റ്റിറ്റ്യൂഷൻ വിത്ത് ബയോകെമിസ്ട്രി, കെമിസ്ട്രി, ലൈഫ് സയൻസ് ആസ് വൺ ഓഫ് ദ 3 സബ്ജക്റ്റ് വിത്ത് ഈക്വൽ വെയിറ്റേജ്. ഈക്വൽ വെയിറ്റേജിലുള്ള 3 സബ്ജക്റ്റുകളിൽ ഏതെങ്കിലും ഒന്ന് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ബയോകെമിസ്ട്രിയോ ലൈഫ് സയൻസോ എടുത്തിട്ടുണ്ടായിരിക്കണം BSc ഡിഗ്രി ചെയ്യുന്ന സമയത്ത്. അങ്ങനെ ഒരു കോഴ്സ്, അങ്ങനെ ഒരു BSc ഡിഗ്രി നിങ്ങൾ എടുത്തിട്ടുണ്ടെങ്കിൽ അത്തരക്കാർക്കും ഈ ഒരു കോഴ്സിന് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അപ്ലൈ ചെയ്യാം. ഈ ഫീസ് സ്ട്രക്ചർ വരുന്നത് ഒരു വർഷം 30,000 രൂപയാണ് വരുന്നത്. അതിൻ്റെ കൂടെ രജിസ്ട്രേഷൻ ആൻഡ് ഡെവലപ്മെൻറ്റ് ഫീ, 2 ഫീയും കൂടി 700 രൂപ. അപ്പോൾ 30,700, 30,700 റുപ്പീസാണ് ഫസ്റ്റ് ഇയർ വരുന്നത്. സെക്കൻഡ് ഇയർ 30,000 റുപ്പീസാണ് വരുന്നത്. നിങ്ങൾ പുസ്തകം വേണ്ട, പുസ്തകം നിങ്ങൾ എന്താണ് ഡിജിറ്റൽ രൂപത്തിൽ നിങ്ങൾ വെബ്സൈറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെ ഫീയുടെ 15% ഡിസ്കൗണ്ട് ചെയ്ത് ലഭിക്കും. റീ രജിസ്ട്രേഷൻ സമയത്താണ് ഇപ്പോൾ കാണുന്നത്. അപ്പോൾ നമുക്ക് ഇതിൽ കോഴ്സുകൾ പഠിക്കാനുള്ളത് നോക്കാം. ഫസ്റ്റ് സെമസ്റ്ററിൽ നിങ്ങൾക്ക് വരുന്നത് 3 തിയറി പേപ്പറും 1 ലാബുമാണ്. ലാബ് നിങ്ങളെ സ്റ്റഡി സെൻറ്ററിൽ വെച്ചിട്ടാണ് നടത്തപ്പെടുന്നത്. അപ്പോൾ നിങ്ങൾ തിരഞ്ഞെടുക്കുന്ന സ്റ്റഡി സെൻറ്റർ, നിങ്ങൾക്ക് എത്തിപ്പെടാൻ സാധിക്കുന്ന സ്റ്റഡി സെൻറ്റർ ആണ് ലാബ് അറ്റൻഡ് ചെയ്യണം. ലാബ് അറ്റൻഡ് ചെയ്താലേ നിങ്ങൾക്ക് എക്സാം എഴുതാൻ എലിജിബിലിറ്റി ലഭിക്കുകയുള്ളൂ. അപ്പോൾ സെക്കൻഡ് സെമസ്റ്ററിൽ ഇതുപോലെ 3 തിയറി പേപ്പറുകളും 1 ലാബുമാണ് ഉള്ളത്, ബയോകെമിസ്ട്രി ലാബ്. ഓക്കെ, 2. അപ്പോൾ ഇനി തേർഡ് സെമസ്റ്ററിലോട്ട് വരുന്ന സമയത്ത് നിങ്ങൾക്ക് ഈ 3 സബ്ജക്റ്റുകളിൽ നിന്നും നിങ്ങൾക്ക് 2 മാത്രം സെലക്ട് ചെയ്യുക. എനി 2 ഇൻ എ ഇയർ. ഒരു വർഷത്തിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇതിൽ ഏതെങ്കിലും 2 തിരഞ്ഞെടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് സെക്കൻഡ് ഇയറിലോട്ട് ഫസ്റ്റ് ഇയറിൽ തന്നെ സെക്കൻഡ് സെമസ്റ്ററിലോട്ട് വരുന്ന സമയത്ത് നിങ്ങൾക്ക് ഈ ഇയറിലാണ്, ഇപ്പോൾ നമ്മൾ ഇയർ വൈസ് പ്രോഗ്രാമാണിത്. അപ്പോൾ നിങ്ങൾക്ക് ഇയർ വൈസിൽ നിങ്ങൾക്ക് ഇതിൽ നിന്ന് ഒരു ഇലക്റ്റീവ് 3 തന്നിട്ടുണ്ട്. ഈ 3 ഇലക്റ്റീവിൽ നിന്ന് സ്റ്റാർ ഇട്ട ഈ പ്രോഗ്രാംസ് കണ്ടില്ലേ, സ്റ്റാർ ഇവിടെ ഇട്ടിട്ടുണ്ട്. ഈ സ്റ്റാർ ഇട്ട ഈ MBCE 0, 1, 2 മുതൽ 14 വരെയുള്ള ഈ 3 സബ്ജക്റ്റുകളിൽ ഏതെങ്കിലും 2 നിങ്ങൾ ഫസ്റ്റ് ഇയറിൽ തിരഞ്ഞെടുക്കണം. ഈ സെക്കൻഡ് ഇയറിലോട്ട് വരുന്ന സമയത്ത് 3 തിയറി പേപ്പറും അതുപോലെ തന്നെ 1 ലാബും, അതുപോലെ തന്നെ ഫോർത്ത് സെമസ്റ്ററിലോട്ട് വരുന്ന സമയത്ത് നിങ്ങൾക്ക് 2 തിയറി പേപ്പറും 8 ക്രെഡിറ്റിൻ്റെ ഒരു പ്രൊജക്റ്റുമാണ്. ക്രെഡിറ്റ് എന്താണെന്ന് അറിയാത്തവർക്ക് വീഡിയോ ചെയ്തിട്ടുണ്ട്, യൂട്യൂബിലുണ്ട്, കണ്ടു നോക്കാം. അതുപോലെ തന്നെ ഈ സെക്കൻഡ് ഇയറിലോട്ടും വരുന്ന സമയത്ത് നിങ്ങൾ 2 സബ്ജക്റ്റ് എക്സ്ട്രാ ഇലക്റ്റീവ്, MBCE 015 മുതൽ 017 വരെയുള്ള ഈ സബ്ജക്റ്റുകളിൽ ഏതെങ്കിലും 2 നിങ്ങൾ തിരഞ്ഞെടുക്കണം. അപ്പോൾ ഇത്രയും സബ്ജക്റ്റുകളാണ് നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. രജിസ്ട്രേഷൻ്റെ സമയത്താണ് ഇതെല്ലാം തിരഞ്ഞെടുക്കേണ്ടത്. തിരഞ്ഞെടുക്കുമ്പോൾ നിങ്ങൾക്ക് എളുപ്പമുള്ള, പഠിക്കാനും ഇഷ്ടമുള്ളത്, താല്പര്യത്തിനനുസരിച്ചിട്ടുള്ളത് ചെയ്യണം. അപ്പോൾ നമ്മൾ റീജിയൻ സെൻറ്റർ അതുപോലെ സ്റ്റഡി സെൻറ്റർ ഇതിലേതിലാണ് അവൈലബിൾ എന്ന് നോക്കാം. ഈ ഒരു കോഴ്സ്
അപ്പോൾ നമുക്ക് കേരളത്തിൽ എവിടെയും നമുക്ക് ഈ ഒരു കോഴ്സ് അവൈലബിൾ അല്ല. എങ്കിൽ കൂടിയിട്ടും നിങ്ങൾക്ക് ഈ ഒരു സ്റ്റഡി സെന്ററിൽ ഇപ്പോൾ ബാംഗ്ലൂരിൽ പോയിട്ട് നിങ്ങൾക്ക് ഇതിൻ്റെ ഒരു ബയോകെമിസ്ട്രിയുടെ ഈ ലാബ് അറ്റൻഡ് ചെയ്യാൻ സാധിക്കുമെങ്കിൽ, അല്ലെങ്കിൽ അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്യാൻ സാധിക്കുമെങ്കിൽ നിങ്ങൾക്ക് ബാംഗ്ലൂരിലുള്ള ഈ ഒരു കോളേജ് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാവുന്നതാണ്. അതുപോലെ അതെ, എനിക്ക് തോന്നുന്നു നമുക്ക് അടുത്ത് ബാംഗ്ലൂരാണ് അടുത്ത് എന്നുള്ളത് തോന്നുന്നു, അല്ലെങ്കിൽ ഹൈദരാബാദ് അങ്ങനെ നോക്കാം. അപ്പോൾ അവിടെ പോയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യുക, അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്യേണ്ടി വരും, ഇതുപോലെ ലാബുകൾ അറ്റൻഡ് ചെയ്യേണ്ടി വരും. ഈ 2 കാര്യങ്ങളാണ് അവിടെ വെച്ചിട്ട് ചെയ്യാനുള്ളത്. അങ്ങനെ പറ്റുന്നവർക്ക് ഈ ഒരു കോഴ്സ് എടുക്കാം. ഈ ഒരു കോഴ്സിനെ കുറിച്ചിട്ട് കൂടുതൽ വിവരങ്ങൾ അറിയാൻ താല്പര്യമുള്ളവർ എഡ്യൂഫിക്സ് അക്കാദമിയുടെ നമ്പറുമായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, കണക്ട് ചെയ്യുക. നമ്പർ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതുമായിട്ട് കണക്ട് ചെയ്താൽ നമുക്ക് കൂടുതൽ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അറിയാനും സാധിക്കും. അതുപോലെ തന്നെ നമ്മുടെ സർവീസുകളെ കുറിച്ചിട്ട് അറിയാനും സാധിക്കും. അതിലേക്ക് നമ്മൾ രജിസ്റ്റർ ചെയ്ത് തരുകയും ചെയ്യും. അപ്പോൾ കൂടുതൽ കോഴ്സുകളെ കുറിച്ചിട്ട് അറിയാൻ വേണ്ടിയിട്ട് നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യാം. താങ്ക്